നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹൈപ്പർ തൈറോയിഡിസം എന്ന അവസ്ഥയെ പറ്റിയാണ്. ഇനി എന്തൊക്കെ ടെസ്റ്റുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം ഡയഗ്നോസ് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ഹൈപ്പർ തൈറോയിഡിസം വരുന്നത്? ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ചികിത്സയെ പറ്റിയാണ്. 3 തരത്തിലുള്ള ചികിത്സാവിധികളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിനുള്ളത്. നമസ്കാരം, ഞാൻ ഡോക്ടർ നവ്യ. ഞാൻ ലൂർദസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് എൻഡോക്രൈനോളജിസ്റ്റ് ആണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹൈപ്പർ തൈറോയിഡിസം എന്ന അവസ്ഥയെ പറ്റിയാണ്. നമ്മളുടെ രക്തത്തിലുള്ള തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കൂടുന്നതിനെയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ? അകാരണമായിട്ട് നമ്മളുടെ ശരീരഭാരം കുറയുന്നത്, വിറയൽ വരുന്നത്, നമ്മൾക്ക് ആങ്സൈറ്റി വരുന്നത്, ഹൃദയമിടിപ്പ് കൂടുന്നത്, ആർത്തവ ചക്രത്തിൻ്റെ താളം തെറ്റുന്നത്, ചൂട് സഹിക്കാൻ പാടില്ലാത്തത്, വല്ലാതെ വേർക്കുന്നത്, വയറ്റിൽ നിന്ന് കൂടെ കൂടെ പോകുന്നത്, ഇതൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ. കുറച്ച് ശതമാനം ആൾക്കാർക്ക് കണ്ണ് പുറത്തേക്ക് തള്ളുന്ന അവസ്ഥയായ പ്രോപ്റ്റോസിസും ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണമായി കാണാറുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ഹൈപ്പർ തൈറോയിഡിസം വരുന്നത്? ഒന്നാമതേ, നമ്മളുടെ തൈറോയിഡിൽ ചെറിയ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ട് തൈറോയ്ഡ് ഗ്രന്ഥി ഇൻഫ്ലെയിംഡ് ആണെങ്കിൽ നമ്മളുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഹോർമോൺ അഥവാ സംഭരിച്ച് വെച്ചിരിക്കുന്ന ഹോർമോൺ ബ്ലഡിലേക്ക് ലീക്ക് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അതിനെ നമ്മൾ തൈറോയിഡൈറ്റിസ് എന്നാണ് പറയുന്നത്. തൈറോയിഡൈറ്റിസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകാം. രണ്ടാമത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ശരീരത്തിൽ കുറച്ച് ആൻറ്റിബോഡീസ് രൂപപ്പെടുന്നു. ഈ ആൻറ്റിബോഡീസ് ചെന്നിട്ട് നമ്മളുടെ തൈറോയിഡിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തൈറോയിഡ് കൂടുതൽ ഹോർമോണുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ഈ അവസ്ഥയാണ് ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഹൈപ്പർ തൈറോയിഡിസം അഥവാ ഗ്രേവ്സ് ഡിസീസ്. മൂന്നാമത്തെ അവസ്ഥയാണ്, നമ്മളുടെ തൈറോയിഡ് ചെറിയ മുഴകളുണ്ട്, ആ മുഴകൾ കൂടുതൽ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് തൈറോയിഡ് നൊഡ്യൂള് കൂടുതൽ ഹോർമോൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾക്ക് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകുന്നത്. അതായത് തൈറോയിഡൈറ്റിസ്, ആൻറ്റിബോഡി മീഡിയേറ്റഡ് അഥവാ ഗ്രേവ്സ് ഡിസീസ്, അല്ലെങ്കിൽ ഒരു ടോക്സിക് നൊഡ്യൂൾ. ഇനി എന്തൊക്കെ ടെസ്റ്റുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം ഡയഗ്നോസ് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കാം. ആദ്യം തന്നെ ഡോക്ടർ നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് ഒരു തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ആയിരിക്കും. തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ എല്ലാവരും ചെയ്തിട്ടുള്ളതാണ്. നമ്മൾക്കറിയാം അതിൽ ഓരോ കമ്പോണൻസും. അതിനകത്ത് T3 ഉണ്ട്, T4 ഉണ്ട്, TSH ഉണ്ട്. T3, T4 എന്നീ ഹോർമോണുകൾ തൈറോയിഡിൽ നിന്നാണ് വരുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥിയെ കൺട്രോൾ ചെയ്യാൻ ബ്രെയിൻ ഉണ്ടാക്കുന്ന ഹോർമോണാണ് TSH. ഹൈപ്പർ തൈറോയിഡിസത്തിൽ T3, T4 എന്നീ ഹോർമോണുകളുടെ ലെവൽ വളരെ കൂടുതലായിരിക്കും, TSH വളരെ കുറവുമായിരിക്കും. അതായത് ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ TSH കുറവായിരിക്കും. നേരെ തിരിച്ചും TSH കൂടുതലാണെങ്കിൽ നമ്മൾക്ക് ഹൈപ്പോ തൈറോയിഡിസം ആയിരിക്കും. അങ്ങനെ നമ്മൾ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തു. T3, T4 കൂടുതലാണ്, TSH കുറവാണ്. അപ്പോൾ ഡോക്ടർ ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഹൈപ്പർ തൈറോയിഡിസം വന്നത് എന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ നിർദ്ദേശിക്കുന്നു. അതിലൊരു ടെസ്റ്റാണ് അൾട്രാസൗണ്ട് തൈറോയിഡിൻ്റെ. അതിൽ കൂടെ നമ്മൾക്ക് തൈറോയിഡിൽ മുഴകളുണ്ടോ, തൈറോയിഡിൻ്റെ ബ്ലഡ് ഫ്ലോ എങ്ങനെയാണ്, ഇതെല്ലാം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഡോക്ടർ നിങ്ങൾക്ക് ആൻറ്റിബോഡി ടെസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്തേക്കാം. TSH റിസപ്റ്റർ ആൻറ്റിബോഡി എന്ന ആൻറ്റിബോഡിയാണ് ഈ അവസ്ഥയിൽ ചെയ്യുന്നത്. മൂന്നാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റേഡിയോ അയഡിൻ സ്കാൻ. അതായത് ചെറിയ അളവിൽ റേഡിയോ ആക്റ്റീവ് അയഡിൻ നിങ്ങളിലേക്ക് തരുന്നു. എന്നിട്ട് നമ്മളുടെ തൈറോയ്ഡ് ഗ്രന്ഥി അത് എത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നറിയാനുള്ള ടെസ്റ്റാണ് റേഡിയോ അയഡിൻ സ്കാനിങ്. ഈ 3 ടെസ്റ്റുകളും ഉപയോഗിച്ചിട്ടായിരിക്കും ഡോക്ടർ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഹൈപ്പർ തൈറോയിഡിസം വന്നത് എന്ന് കണ്ടുപിടിക്കുന്നത്. നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ചികിത്സയെ പറ്റിയാണ്. 3 തരത്തിലുള്ള ചികിത്സാവിധികളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിനുള്ളത്. ഒന്നാമത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, അതായത് മരുന്ന് ഉപയോഗിച്ചിട്ടുള്ള ചികിത്സ. മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സ നമ്മൾ 1.5 കൊല്ലം മുതൽ 2 കൊല്ലം വരെയാണ് തരുന്നത്. മരുന്നുകളുടെ പേരാണ് കാർബിമസോൾ, മെത്തിമസോൾ, പ്രൊപ്പൈൽ തയോയുറാസിൽ എന്നിവ. അത് ഒരു അഡിക്വേറ്റ് ഡോസേജിൽ ഡോക്ടർ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യും. ഓരോ 6 മുതൽ 8 ആഴ്ച വരെയും റീടെസ്റ്റ് ചെയ്തിട്ട് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യും. അടുത്ത ചികിത്സാവിധിയാണ് റേഡിയോ അയഡിൻ അബ്ലേഷൻ. ഇതിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള അയഡിൻ നിങ്ങൾക്ക് തരുന്നു. അത് ചെന്നിട്ട് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ കോൺസെൻട്രേറ്റഡ് ആവുന്നു. അങ്ങനെ തൈറോയ്ഡ് ഗ്രന്ഥി നശിച്ചു പോകുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞു പോയാലുള്ള ട്രീറ്റ്മെൻറ്റ് തൈറോയ്ഡ് ഹോർമോൺ കൂടുന്നതിനേക്കാളും കുറച്ചുകൂടെ ഈസിയാണ്. മൂന്നാമത്തെ ചികിത്സാവിധിയാണ്
ടോട്ടൽ തൈറോയിഡക്ടമി, അതായത് തൈറോയ്ഡ് ഗ്രന്ഥി എടുത്തു കളയുന്ന ചികിത്സ. നിങ്ങളുടെ ക്ലിനിക്കൽ പ്രൊഫൈൽ നോക്കി നിങ്ങൾക്ക് അനുയോജ്യമായ ട്രീറ്റ്മെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങളുടെ ഡോക്ടറായിരിക്കും.